മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലുമുള്ള ഏകാധിപത്യ പ്രവണത ജനങ്ങളിൽ ഇടതുവിരുദ്ധ വികാരം ഉണ്ടാക്കിയെന്ന് AYF സംസ്ഥാന ശില്പശാലയിൽ രൂക്ഷ വിമർശനമുയർന്നു. നവകേരള സദസ്സ് പൂർണ്ണമായും ഇടതുപക്ഷ സ്വഭാവത്തിലായിരുന്നില്ല. പൗരരെ പ്രമുഖരെന്നും അല്ലാത്തവരെന്നും തരംതിരിച്ചു കണ്ടത് അംഗീകരിക്കാനായില്ല. പ്രതിഷേധക്കാരെ പോലീസിനെയും ഗൺമാന്മാരെയും പാർട്ടി പ്രവർത്തകരെയും വിട്ട് ആക്രമിച്ചതും പ്രവർത്തകർ നിയമം കയ്യിലെടുത്തതിനെ രക്ഷാപ്രവർത്തനമെന്ന് ന്യായീകരിച്ചതും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു അത്രേ. പൗരാവകാശങ്ങൾക്കുമേൽ സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാൻ പോലീസിനെ ദുരുപയോഗം ചെയ്തു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോ പ്രതിസന്ധിക്ക് പരിഹാരമാകാത്തതും സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാത്തതും തിരിച്ചടിയായി. KSRTC ജീവനക്കാരുടെ ശമ്പള കാര്യത്തിലെ അലംഭാവവും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് മുടങ്ങിയതും ഇടതുപക്ഷ മനസ്സുള്ളവരെ പോലും സർക്കാർ വിരുദ്ധരാക്കി. ഇങ്ങനെ പോകുന്നു കുട്ടി സഖാക്കളുടെ വിമർശനങ്ങൾ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും CPM-നെയും വിമർശിക്കാൻ ഈ കുട്ടി സഖാക്കൾക്ക് എന്ത് ധാർമ്മികത? ആദ്യം നിങ്ങളുടെ പാർട്ടിയെ നേരെയാക്കി കാണിക്ക്, അതിൽ 10 പേരെ ചേർക്ക്, അതിൽ 10 വോട്ടുണ്ടാക്ക്. ആദ്യം സ്വന്തം വീട് നന്നാക്കിയിട്ടാകാം അയൽവക്കത്തെ വീട് നന്നാക്കാൻ, എന്നിട്ടാകാം മറ്റുള്ളവരെ വിമർശിക്കാൻ. ഈ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളാണ് CPIക്ക് കിട്ടിയത്. അതിൽ തിരുവനന്തപുരത്ത് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി. മാവേലിക്കരയിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ജയിച്ചില്ല, തോറ്റു തുന്നമ്പാടി. നല്ലൊരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താനായില്ല. മാവേലിക്കരയിൽ കോൺഗ്രസുമായി അന്തർധാര ഉണ്ടായിരുന്നെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴമ്പില്ലാത്ത കാമ്പില്ലാത്ത ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊടുത്താൽ UDF ജയിക്കും. തൃശ്ശൂരിൽ CPIക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കുക. വയനാട്ടിലും നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല നിർത്താൻ, മുകളിൽ നിന്നും കെട്ടിയിറക്കേണ്ടി വന്നു. ജനകീയ മുഖമുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാനില്ലാത്ത CPIയുടെ കുട്ടി സഖാക്കൾക്ക് വിമർശിക്കാൻ എന്തവകാശം? അതുകൊണ്ട് മാവേലിക്കരയും തിരുവനന്തപുരവും അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM ആ സീറ്റുകൾ ഏറ്റെടുക്കണം. മുഖം വൃത്തികേടായതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമെന്ത്? സ്വന്തമായി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 10,000 വോട്ട് CPIക്കുണ്ടോ? എന്നും എക്കാലത്തും CPM-ന്റെ തണലിൽ മാത്രം വിജയിച്ചിട്ട് അവരുടെ തോളിൽ കയറിയിരുന്ന് ചെവി കടിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റത്. അതിൻ്റെ ഉത്തരവാദിത്തം ആ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കുമാണ്, കൂട്ടുത്തരവാദിത്തമാണ്. കുട്ടി സഖാക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കയറൂരി വിട്ടിരിക്കുന്ന കാർന്നവരെ വേണം പറയാൻ. സ്വന്തം പാർട്ടിക്കുമുണ്ടല്ലോ 4 മന്ത്രിമാർ. റവന്യൂ, കൃഷി, ഭക്ഷ്യം, മൃഗസംരക്ഷണം, ഈ വകുപ്പുകളല്ലേ കൈകാര്യം ചെയ്യുന്നത്. ഈ വകുപ്പുകളിലെ കൈക്കൂലി ആദ്യം നിർത്ത്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഏതെങ്കിലും വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ചെന്നാൽ കൈക്കൂലി കൊടുക്കാതെ പറ്റുമോ? അത് സാധിക്കുമോ? ഇല്ല. അങ്ങനെ സാധിക്കുന്ന ഏതെങ്കിലും ഓഫീസ് ചൂണ്ടിക്കാണിച്ചു തരാമോ? ഓരോ ഉദ്യോഗസ്ഥരുടെയും ആസ്തികൾ പരിശോധിച്ചാൽ ഞെട്ടും. തെളിവുകൾ വേണമെങ്കിൽ ഞങ്ങൾ തരാം. ഇതൊക്കെ ശരിയാക്കിയാൽ തന്നെ ജയിക്കാനുള്ള വോട്ടുകൾ കിട്ടും. ഇതൊക്കെ നന്നാക്കിയിട്ട് വിമർശിക്കുക. ഇല്ലെങ്കിൽ 4 മന്ത്രിമാർ രാജിവെച്ചിട്ട് വർത്തമാനം പറ. ഒരു അന്തസ്സുണ്ട്.